ആർക്കും പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാവുന്ന അരിപ്പായസത്തിൻ്റെ റെസിപ്പി കാണാം. ഇതിലേക്ക് ആദ്യം കുക്കറിലേക്ക് പായസത്തിനുള്ള ചെമ്പാവരി കഴുകിയിടാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് 3-4 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഈ അരി വേകുന്ന ടൈമിൽ മറ്റൊരടുപ്പിൽ ശർക്കര കൂടി ഉരുക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര കൂടി ചേർക്കാം. ഈ ശർക്കര ഈ വെന്ത അരിയിൽ നല്ലതുപോലെ പിടിക്കുന്നത് വരെ നല്ലതുപോലെ തിളച്ച് കുറുകി വരണം. ഒന്ന് കുറുകി വന്ന അരിയിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും അല്പം ചുക്കുപൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് അവസാനമായി അല്പം നെയ്യ് കൂടി ചേർത്തു. ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പരിപാടി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം.